ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ഓണത്തിന് മേക്കപ്പ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഒരുപാട് വിലയുള്ള സാധനങ്ങളേ അല്ല, ഞാൻ എല്ലാം വില കുറഞ്ഞ സാധനങ്ങൾ വെച്ച് നമുക്കെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മേക്കപ്പാണ്. നമുക്കിപ്പോൾ ഒരുപാട് വിലയുള്ളതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്നും മേക്കപ്പ് ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ സ്കിൻ കെയറിനുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ വിലയുള്ളത് തന്നെ വാങ്ങണം. ഇപ്പോൾ മേക്കപ്പിനെന്ന് വെച്ചാൽ നമ്മൾ ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു പാലുകാച്ചോ ഓണത്തിന് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റോ അങ്ങനെയൊക്കെ ഉള്ളതിന് മാത്രമല്ലേ നമ്മൾ പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പക്കാർ കുട്ടികളെ കണക്ക് എന്നും മേക്കപ്പ് ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയ സാധനങ്ങൾ വെച്ച് എങ്ങനെയാണ് നമുക്കൊരു മേക്കപ്പ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പേ എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ കമൻസ് എല്ലാം എഴുതണം. അപ്പോൾ കമൻസിൽ പല കാര്യങ്ങളും ചിലർ ചോദിക്കാറുണ്ട്, പേഴ്സണലി ചോദിക്കണം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വലിയ ബോട്ടിലായതുകൊണ്ട് ഞാനൊരു ചെറിയ ഇതിൽ ഒഴിഞ്ഞ ഒരു ബോട്ടിലിൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. സിറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ വളരെ നല്ലതാണ്. ഞാൻ ആദ്യം ഫിംഗേഴ്സിലെടുത്തിട്ട് ഞാൻ നല്ലവണ്ണം മോയ്സ്ചറൈസ് ചെയ്തു. വീഡിയോ ഇടയ്ക്ക് കട്ടായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ വിചാരിച്ചു ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്, പക്ഷേ നോക്കിയപ്പോൾ റെക്കോർഡിംഗ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്തതും ഇട്ടതും ഒന്നും കാണാതിരിക്കുന്നത്. അപ്പോൾ നല്ലോണം തേച്ച് പിടിപ്പിക്കുക മോയ്സ്ചറൈസർ. കാരണം മേക്കപ്പിന് മുമ്പേ എപ്പോഴും നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യണം. അപ്പം മേക്കപ്പ് ഇടുമ്പോഴത്തേക്ക് ഒരു ഫ്ലോലെസ് ലുക്ക് കിട്ടും. മറ്റത് അങ്ങുഞ്ഞൊക്കെ ഒരുപാട് കട്ടി പോലെ ഇരിക്കും, ഒരു സ്ലൈഡ് മൂവ്മെൻറ്റ് കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് മോയ്സ്ചറൈസർ എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഈ ക്യാൻവാസ് ശരിയാക്കാൻ, അതായത് മുഖത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്യാൻവാസ് ശരിയാക്കാൻ വേണ്ടി എപ്പോഴും അത് നല്ലൊരു മോയ്സ്ചറൈസർ നല്ലതാണ്. പിന്നെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാനും എല്ലാം നല്ലതാണ് മോയ്സ്ചറൈസർ. കണ്ടോ, നല്ലവണ്ണം മോയ്സ്ചറൈസർ എല്ലായിടവും ഇടണം. കണ്ടോ, എൻ്റെ കണ്ണിൻ്റെ ചുറ്റൊക്കെ ഭയങ്കര കറുപ്പാണ്. ഇപ്പോൾ ഒരു നല്ല ഐ ക്രീം ഇറങ്ങിയെന്ന് ഞാനതിൽ കണ്ടു. അതിൽ ഒരുപാട് പേര് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിരിക്കുന്നു, കണ്ണിൻ്റെ കറുപ്പ് പോകും എന്നൊക്കെ. ഞാൻ വാങ്ങിയില്ല, വാങ്ങിയിട്ട് നല്ല ഇച്ചിരി വിലയുണ്ട് അതിന്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അപ്ലൈ ചെയ്ത് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങളെ കാണിക്കാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രയോജനം ഉണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. ചുമ്മാ വാങ്ങിച്ചിട്ട് കാണിച്ചിട്ട് കഥയില്ലല്ലോ. അപ്പോൾ മോയ്സ്ചറൈസ് ചെയ്തു. എനിക്ക് ഈ കണ്ണാടി എപ്പോഴും വേണം കേട്ടോ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ, അതിന് വലിയ വിലയില്ല, ഇതിൻ്റെ BB ക്രീമാണ്. ഞാൻ ഫൗണ്ടേഷൻ ഇടാറില്ല. ഫൗണ്ടേഷൻ ഇടും ഇപ്പോൾ എന്തെങ്കിലും ഭയങ്കര വലിയ സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഫൗണ്ടേഷനൊക്കെ ഇടും. പക്ഷേ ഇപ്പം എനിക്ക് അത്ര ഇഷ്ടമല്ല ഫൗണ്ടേഷൻ ഇടുന്നത്. അതുകൊണ്ട് BB ക്രീം, നമ്മുടെ ഏജിലുള്ളവർക്കൊക്കെ BB ക്രീമാണ് നല്ലത്. അപ്പം ഇത് സ്വിസ് ബ്യൂട്ടിയുടെയാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആകുമ്പം പൈസ വളരെ കുറവാണ്. നമ്മുടെ കളർ ചൂസ് ചെയ്തെടുത്താൽ മതി. അതിൽ കളർ ചാർട്ട് വരുമ്പോൾ അതിൽ നിന്ന് ചൂസ് ചെയ്തെടുത്താൽ മതി. പിന്നെ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇത് വിലയുള്ളതാണ്, സ്മാഷ് ബോക്സിൻ്റെ ഹേലോ എന്ന് പറഞ്ഞ BB ക്രീമാണ്, ഗ്ലോ ക്രീമാണ്. ഇതായാലും മതി. ഇത് പക്ഷേ ഭയങ്കര വിലയാണ്, ഒട്ടും ഇല്ലേം താനും. അപ്പം ഞാനിപ്പോൾ വാങ്ങിയതാണ് ഈ സ്വിസ് ബ്യൂട്ടിയുടെ BB ക്രീം. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഞാൻ വാങ്ങിയതാണ് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഇത് കറക്റ്ററും കൺസീലറും കൂടെ അടങ്ങിയ ഒരു ഇതാണ്. ഇതും വലിയ വിലയില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ചാൽ ഇതെല്ലാം ഒരു 200-300 ഒക്കെ ഉള്ളൂ കേട്ടോ. ഇത് 250 എങ്ങാണ്ടാണ്. ഇത് ഇത്രയും എനിക്ക് വില ഇപ്പോൾ ഓർമ്മയില്ല, ഞാൻ വേണേൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതെല്ലാം അത്രയേ ഉള്ളൂ, വലിയ വിലയുള്ള സാധനമേ അല്ല. അപ്പോൾ ഒരു 1000 രൂപയ്ക്കകത്ത് നമ്മൾ കുറച്ച് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി ഒരുങ്ങി പോകാൻ പറ്റും. ആരുടെയും നമുക്കിപ്പം എല്ലാവരും ഒരുങ്ങിയൊക്കെ വരുമ്പം നമുക്ക് തോന്നില്ലയോ നമ്മളെന്ത് മേക്കപ്പ് ഇല്ലാതെ വന്നത് നമ്മൾ കാണാൻ നമുക്കങ്ങ് വിഷമമാവും. വിഷമം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും നമുക്കും വിഷമമാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കൊച്ചു കൊച്ചു സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഞാൻ ഇതും ആ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു കോമ്പാക്റ്റ് പൗഡറാണ്. അപ്പോൾ ഇതുകൂടെയൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നാൽ, അല്ല വിലയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാം, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അത് തന്നെ വാങ്ങിച്ചാൽ മതി. ഞാൻ പക്ഷേ എങ്ങനെ നമുക്ക് കുറച്ച് പൈസയ്ക്ക് നല്ലൊരു മേക്കപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ണിൻ്റെ താഴെ ഇവിടെയൊക്കെ കറുപ്പില്ലേ, ഈ കറുപ്പൊന്ന് മറയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കറുപ്പ് മറച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കറുപ്പുള്ളവരാണെങ്കിൽ ഓറഞ്ച് കളറാണ് എടുക്കാനുള്ളത് കേട്ടോ. ഓറഞ്ച് ആകുമ്പോൾ കറുപ്പിനെ അങ്ങ് മറയ്ക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ബുദ്ധിയായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഓറഞ്ച് കൊടുക്കണം.
അതായത് ചിലർക്കൊക്കെ ഒരുപാട് ഏജ് ആകുമ്പോൾ നല്ല കറുപ്പായിരിക്കും. അപ്പോൾ ആദ്യം ഓറഞ്ച് കൊടുക്കണം, അതിൻ്റെ മുകളിൽ നമ്മുടെ സ്കിന്നിനേക്കാളും ഡാർക്കായിട്ടുള്ളൊരു കളർ കൊടുക്കണം, അതിനുശേഷം അതിനേക്കാളും ലൈറ്റായിട്ടുള്ളൊരു കളർ കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഈ കറുപ്പങ്ങ് അടയും. അപ്പോൾ ആദ്യം ഓറഞ്ച്, പിന്നെ ഡാർക്ക്, പിന്നെ ലൈറ്റ്. എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത്. പിന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ കറുപ്പ് മാറാനായിട്ട് എപ്പോഴും ഓറഞ്ച് കളർ തന്നെ കൊടുക്കണം. പലർക്കും ഇതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ബ്രഷ് ഒന്നും കാണത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൈ തന്നെ യൂസ് ചെയ്താൽ മതി. കൈ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കൈയുടെ ഈ റിംഗ് ഫിംഗേഴ്സ് എടുത്തിട്ട് ഈ ഓറഞ്ചിൽ എടുക്കുക. ഓറഞ്ച് ഞാനിപ്പോൾ എടുക്കുന്നത് ഓറഞ്ചാണ്. ഓറഞ്ച് എടുത്തു. ഓറഞ്ച് എടുത്തതിന് ശേഷം കണ്ണിൻ്റെ ഇവിടെ നല്ല കറുപ്പല്ലേ, ഈ കറുപ്പും നമുക്ക് എവിടെയൊക്കെയാണോ കറുപ്പുള്ളത് അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ ഇവിടെയാണ് എനിക്ക് കറുപ്പുള്ളത്. ചിലർ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഉള്ളവർ കാണും. പക്ഷേ എനിക്ക് ഇഷ്ടം ഫൗണ്ടേഷനൊക്കെ ഇടുന്നതിന് മുമ്പേ ഈ കൺസീലർ കൊടുക്കുന്നതാണ്. നമ്മൾ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യാമോ അത്രത്തോളം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. കണ്ടോ, ഈ വശത്തെ കറുപ്പ് ഈ വശത്തെ കണ്ടോ, അത് കുറച്ചൊന്നും അടഞ്ഞില്ലേ. പിന്നെ നമ്മുടെ ഏജിലുള്ളവർ ഒരുപാട് മേക്കപ്പ് ഇടരുത്. നമ്മുടെ ഏജിലുള്ളവർ ഒരുപാട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതൊരുമാതിരി ഡ്രാമ പോലെ ഇരിക്കും, അത് വല്ലാത്തൊരു ലുക്കായിരിക്കും. അതുകൊണ്ട് ഒരുപാട് മേക്കപ്പ് ഇടരുത്. ഒരുവിധം അടഞ്ഞ് എന്നാൽ നല്ല സുന്ദരികളായിട്ടിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കാനുള്ളത്. അപ്പം ഞാൻ ഇപ്പം ഈ കണ്ണിൻ്റെ അവിടെ ഞാൻ കുറച്ചേ കൊടുത്തുള്ളൂ. ഞാൻ ഒരുപാട് മറയ്ക്കാൻ നടക്കില്ല. ഒരുപാട് മറയ്ക്കാൻ നടക്കുമ്പോൾ അവിടെ മുഴുവൻ ഈ നമ്മുടെ ഇവിടെയൊക്കെ ഒരുപാട് റിങ്കിൾസ് ഉണ്ട്. അതായത് ഈ ലൈൻസ് എല്ലാം നമുക്ക് സ്കിന്നൊക്കെ വലിയുമ്പോൾ ഇതിൻ്റെ ഇടയിലോട്ടൊക്കെ കയറിയിരിക്കും. അപ്പം നമ്മൾ കുറച്ചേ കൊടുക്കാവൂ. അപ്പോൾ ഈ കുറച്ചാണ് ഇനി ഈ വശത്തും കൊടുക്കാൻ പോകുന്നത്. ഇനി ഈ കണ്ണിൻ്റെ മേളിൽ ഒരിക്കലും ഈ ഓറഞ്ച് കളർ കൊടുക്കണ്ട. കണ്ണിൻ്റെ താഴെ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ മിക്കവർക്കും ഇവിടെയും എല്ലാം കറുപ്പായിരിക്കും. അപ്പോൾ അവിടെയും വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ രണ്ടും ഭയങ്കര കറുപ്പാണ് എനിക്ക്, അവിടെയും കൂടെ ഞാൻ കുറച്ച് കൊടുക്കാം. ഈ ഭാഗം നല്ല കറുപ്പാണ്, ഇവിടെയും കൂടെ കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, ഒരുപാട് പേർക്ക് മുഖം നിറച്ച് രോമം കാണും. അപ്പം നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഇപ്പോൾ ലേഡീസ് റേസറൊക്കെ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചൊന്ന് നന്നായിട്ട് ഷേവ് ചെയ്തിട്ട്, കാരണം നമ്മളുടെയൊക്കെ സ്കിന്ന് ഇച്ചിരി ലൂസായിരിക്കും. അപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഭയങ്കര വേദനയാണ്. അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ വാക്സ് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ ഒരു ഷേവിങ് റേസർ ഉണ്ടെങ്കിൽ ലേഡീസ് റേസർ കിട്ടും. ആ ലേഡീസ് റേസർ വാങ്ങിച്ചിട്ട് നമ്മളൊന്ന് ഷേവ് ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ഇടുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ സ്കിന്നിന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടെ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കണം. ഇപ്പം എല്ലാവർക്കും ഇപ്പം എൻ്റെയൊക്കെ ഏജിലുള്ളവർ വിചാരിക്കുമായിരിക്കും, പിന്നെ വയസ്സുകാലത്ത് ഇനി ഷേവ് ചെയ്യാൻ നടക്കാൻ പോകണമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ വേണമെന്നുള്ളവർ മാത്രം ചെയ്താൽ മതി. റേസർ എപ്പോഴും നല്ലതാണ് മേക്കപ്പിന് മുമ്പേ. പക്ഷേ റേസർ വെച്ച് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ അലോവേറോ ജെല്ലോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഇട്ടിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ഒരു റേസർ, ഇതാണ് ഈ റേസർ. എൻ്റെ മൂർച്ച പോയി, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു റേസർ വാങ്ങിച്ച് വെച്ചാൽ ഷേവ് ചെയ്യുമ്പോൾ പതുക്കെ താഴോട്ട് തന്നെയാണ് ഷേവ് ചെയ്യാനുള്ള, മേലോട്ട് ഇങ്ങനെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ചെയ്യണം. പിന്നെ പുരികം എടുക്കാനുള്ള വേറെയും റേസേഴ്സ് ഉണ്ട്. അപ്പോൾ പുരികം എടുക്കാൻ നമ്മൾ പോയി ഇത് ത്രെഡൊക്കെ ചെയ്യുമ്പോൾ നല്ല വേദനയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പുരികം എടുക്കാൻ വേണ്ടിയിട്ടുള്ള റേസേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതേപോലുള്ളതും വാങ്ങിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഓറഞ്ച് കറക്റ്റർ ഇട്ട് ഒരുവിധം കറുപ്പ അങ്ങ് മങ്ങി. ഇനി എൻ്റെ സ്കിന്നിനേക്കാളും ഡാർക്കായിട്ടുള്ള കളറ് അത് ഒന്നി ഇതെടുക്കണം അല്ലെങ്കിൽ ഇതെടുക്കണം. അപ്പം ഞാൻ ഇതെടുത്തതിന് ശേഷം അതിൻ്റെ മേലിലിട്ട് കൊടുക്കും. ഡാർക്കായിട്ടുള്ളത് എടുത്തിട്ട് മേലിലിടുമ്പം ഇതങ്ങ് ബാലൻസ് ആയിട്ട് പിന്നെ അതിൻ്റെ മേലിൽ ഇച്ചിരി കുറച്ചുകൂടെ ലൈറ്റ് കളർ ഉപയോഗിക്കണം. അപ്പോൾ ഡാർക്കായിട്ടുള്ളത് ഇപ്പം ഇത് വേണമെങ്കിലും എനിക്ക് ചൂസ് ചെയ്യാം. ഇതും ഡാർക്കാണ്, കണ്ടോ, ഇതും ഡാർക്കാണ്. ഞാൻ ഇത് ചൂസ് ചെയ്ത് കാണിച്ചു തരാം. നോക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വിടാം. അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ഇടാൻ പറ്റും. ഇനി ഇതിൻ്റെ ഈ ഇട്ട ഓറഞ്ചിൻ്റെ ഭാഗത്ത് മാത്രം ഇടുന്നേ. ബ്രഷ് യൂസ് ചെയ്യാൻ അറിയാമെന്നുള്ളവർ ബ്രഷ് വെച്ച് യൂസ് ചെയ്താലും മതി. ഞാൻ ബ്രഷ് യൂസ് ചെയ്ത് എനിക്കറിയാം, പക്ഷേ ഞാൻ യൂസ് ചെയ്യാത്ത, ഇപ്പോൾ എല്ലാവർക്കും ബ്രഷ് കയ്യിൽ കാണണമെന്നില്ല. അപ്പോൾ ബ്രഷ് ഇല്ലാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ്.
കണ്ടോ, ഈ വശത്തേക്കാളും ഈ വശം ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെയൊക്കെ ഏജിലുള്ളവർ ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള മേക്കപ്പ് യൂസ് ചെയ്യാനേ പാടില്ല. അപ്പോൾ ഒരുപാട് സ്കിന്ന് വല്ലാണ്ട് നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരുമാതിരി ഇരിക്കും. എപ്പോഴും മാറ്റ് ഫിനിഷ് ഉള്ളതായിരിക്കും നല്ലത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചുളിവുകളുണ്ട്. അപ്പോൾ ഈ ഓയിലി ടൈപ്പോ അല്ലെങ്കിൽ ഡൂയി ഫിനിഷോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഗ്ലോ ആയിട്ടുള്ള മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഈ വരയും കുറിയും എല്ലാം എടുത്ത് കാണിക്കും. ക്യാമറയിലായിരുന്നാലും ആൾക്കാരുടെ മുന്നിലായിരുന്നാലും എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മൾ മാറ്റ് ഫിനിഷ് പൗഡർ ഇട്ട മേക്കപ്പ് പോലത്തെ ഒരു മേക്കപ്പ് ആണെങ്കിൽ അത് പിന്നെ നമുക്ക് ഈ വരയും കുറിയൊന്നും കാണിക്കില്ല. അപ്പോൾ അത് നിങ്ങളെപ്പോഴും മനസ്സിൽ വെച്ചേക്കണേ. പിന്നെ ചിലർക്ക് കൺസീലർ മാത്രമേ കയ്യിലുള്ളെങ്കിൽ കൺസീലർ വെച്ച് നല്ലൊരു മേക്കപ്പ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പം BB ക്രീമോ ഫൗണ്ടേഷനോ ഒന്നും ഇല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് അത് മാത്രം വെച്ചും ഇതെല്ലാം ചെയ്യാം. നമ്മൾ ഈ ഡാർക്ക് കളറെല്ലാം ഉപയോഗിച്ചിട്ട് ഈ ലൈറ്റ് കളർ മുഖത്ത് മാത്രം അങ്ങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കോമ്പാക്ട് പൗഡർ ഇടണമെങ്കിൽ ഇപ്പോൾ ഇതായിരിക്കും ഇപ്പോൾ എനിക്ക് ചേരുന്ന കളർ. ഇത് കുറേ കൂടെ വെളുത്ത ആൾക്കാർക്കുള്ളതാണ്. ഇതായിരിക്കും ചിലപ്പോൾ എനിക്ക് ചേരുന്നത്. അപ്പോൾ അത് പിന്നെ ഇടുമ്പോൾ ഫൗണ്ടേഷൻ മാതിരി ഇരിക്കും. പക്ഷേ നല്ല ഈവനായിട്ട് നമ്മൾ ചെയ്യാൻ പഠിക്കണം. വേറൊരു കാര്യം, നമ്മളിവിടെയൊക്കെ കൺസീലർ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഫൗണ്ടേഷനോ BB ക്രീമോ എന്ത് ക്രീമായിരുന്നാലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ കൺസീൽ ചെയ്ത ഭാഗം അല്ലെങ്കിൽ കറക്റ്റർ ചെയ്തതും കൺസീൽ ചെയ്തതുമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഇട്ട് തേച്ച് കൊടുക്കരുത്. അപ്പോൾ അടിയിരിക്കണ ഇത് ഇളകി അങ്ങോട്ടും ആകും. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. അപ്പോൾ അതിനെപ്പോഴും നല്ലത് നമുക്കൊരു ഇതുണ്ടല്ലോ, ബ്യൂട്ടി ബ്ലെൻഡർ, അതായത് സ്പോഞ്ച് ഉണ്ടല്ലോ, ഈ സ്പോഞ്ച് വാങ്ങിച്ചിട്ട് അത് നനച്ച് പിഴിഞ്ഞ് അത് വെച്ച് ഡാബ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. ബ്രഷ് വെച്ചും ചെയ്യാം. ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഈ ഭാഗത്തൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, മേക്കപ്പ് ഇടുന്നതിന് മുമ്പേ പ്രൈമർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും യൂസ് ചെയ്യാം. കാരണം പലർക്കും ഒരു ഏജ് കഴിയുമ്പം ഓയിലി സ്കിൻ ചെറുപ്പത്തിലുണ്ടായിരുന്നവർക്ക് പോസ് ഓപ്പൺ ആയിരിക്കും, നല്ലോണം ഹോൾസ് പോലെയാണ്. അപ്പോൾ പ്രൈമർ, ഇത് ഒരു ബ്ലൂ ഹെവൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്, ഇതും 10-200 രൂപയേ ഉള്ളൂ. അതുപോലൊരു പ്രൈമർ വാങ്ങിച്ച് വെച്ചിരുന്നാൽ അപ്പം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ മുഖം ഒട്ടാകെ യൂസ് ചെയ്യേണ്ട. എവിടെയാണ് ഓപ്പൺ പോസ് മിക്കവാറും ഇവിടെ ഈ ഭാഗങ്ങളായിരിക്കും. അവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എത്രത്തോളം നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമോ അതാണ് നല്ലത്. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പൗഡർ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഈ വരയുടെയും ഇതിൻ്റെ എല്ലാം ഇടയിൽ കയറും. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. വളരെ കുറച്ചായിട്ടേ സാധനങ്ങൾ എടുക്കാവൂ. എന്ത് എടുത്താലും വളരെ കുറച്ചായിട്ട് എടുക്കുക. കുറച്ചായിട്ട് എടുക്കുമ്പോഴത്തേക്ക് അത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴാണ് ആ ഭംഗി വരുന്നത്. ഒരുപാട് നമ്മൾ ക്രീം എടുത്ത് ഉപയോഗിക്കരുത്. ഒരുപാട് ക്രീം എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്കര ഓക്വേർഡായിട്ട് വേണം, പിന്നെ നമുക്ക് തേച്ച് കഴുകി കളയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് വേണം കയ്യിലെടുത്ത് ബ്ലെൻഡ് ചെയ്യാൻ. ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചുകൂടെ വേണമെങ്കിൽ പിന്നെ ഒരു ശകലം കൂടി എടുക്കാവൂ. ഒരുപാട് എടുക്കരുത്. ഒരുപാട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ കളർ തന്നെ കണ്ണിൻ്റെ മേളിലോട്ടും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയും കറുപ്പാണ്. അപ്പം നമ്മൾ അവിടെ കുറച്ചൊരു ഫെയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ണിന് ചുറ്റും ഭയങ്കര ചുളിവായിരിക്കും നമ്മുടെ ഏജിലുള്ളവർക്ക്. അതുകൊണ്ടാണ് തീരെ കുറച്ച് ഇടാവൂ. ടൈറ്റ്നസ് ഇല്ലാത്ത സ്കിന്നാണ് നമ്മുടെ. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവൂ. ഇപ്പം കണ്ടോ, ഇപ്പം കാണാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് റെഡിയായി വരുമ്പോൾ നന്നായിരിക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടിയത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഈ കണ്ണിൻ്റെ ചുറ്റാകെ നമ്മൾ ഇട്ടുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു പൗഡർ കണ്ണിൻ്റെ അവിടെ കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ആ വരയുടെ നമ്മുടെ ഈ ചുളിവുകളില്ലേ, ഈ ചുളിവുകളുടെ ഇടയിൽ ഇതങ്ങ് കയറി വല്ലാത്ത വൃത്തികേടാകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ മാത്രം നമ്മൾ ഒരു പൗഡർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ എടുക്കുന്നത് കോമ്പാക്ട് പൗഡർ തന്നെയാണ്. ഈ കോമ്പാക്ട് പൗഡറിൽ ഇങ്ങനെയുള്ള ഒരു അപ്ലൈ ചെയ്യാനുള്ള ഇതും കൂടെ കിട്ടും. ഇല്ല എങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഈ കോമ്പാക്ട് പൗഡർ ഇങ്ങനെ എടുത്തിട്ട് ഒന്നിങ്ങനെ കുടഞ്ഞിട്ട് പതുക്കെ ഇത് വെച്ചങ്ങ് അപ്ലൈ ചെയ്യാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ബ്രഷ് എടുത്തിട്ട് പതുക്കെ ഒരുപാട് ഫോഴ്സ് കൊടുക്കരുത്. അപ്പോൾ എക്സ്ട്രാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകും. ഇനിയല്ല, ഈ ബ്രഷ് തന്നെ നിങ്ങൾ ആദ്യം ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇവിടെയും കൂടെ കുറച്ചൊന്ന് അതിനെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണേ.
ഓക്കെ, ഇനി ഇത് നമുക്ക് ഈ പൗഡറിൻ്റെ ആവശ്യം ലാസ്റ്റ് മതി. ഇനി എങ്ങനെയാണ് BB ക്രീം ഇടുന്നതെന്ന് നോക്കാം. അപ്പോൾ BB ക്രീം എപ്പോഴും എടുക്കുമ്പോൾ നമ്മളൊന്ന് ഷേക്ക് ചെയ്യണം. ഷേക്ക് ചെയ്തതിന് ശേഷം എടുക്കാവൂ. അതായത് വളരെ കുറച്ച് മതി. വളരെ കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച്, ഒരു 2 ഡ്രോപ്പ്, ഇത്ര പോലും വേണ്ട, ഇത് തന്നെയും ധാരാളമാണ്. അപ്പം ഇതെടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഞാൻ കൈ കൊണ്ട് അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് കയ്യിൽ ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം നിങ്ങൾക്ക് പറ്റും. ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മൾ എവിടെയാണോ കൺസീൽ ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ആദ്യം എപ്പോഴും എല്ലാ സാധനങ്ങളും നമ്മൾ കുറച്ചേ എടുക്കാവൂ. കാരണം കുറച്ചെടുത്തതിന് ശേഷമേ നമ്മൾ ചെയ്യാവൂ. കാരണം ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യമേ എല്ലാം കുറച്ചെടുക്കണം. നമ്മൾ എവിടെയാണോ കൺസീൽ ചെയ്ത് ആ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ തേച്ച് കൊടുക്കരുത്. ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് അതിനൊരു ബാലൻസ് ചെയ്തിട്ട് അതിനെ നോർമലാക്കി എടുക്കണം. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നെറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം. കാരണം നമ്മൾ അവിടെ എങ്ങും നമ്മൾ ചെയ്തില്ല. എവിടെയാണോ നമ്മൾ കൺസീലറും കറക്റ്ററും ഒക്കെ ഉപയോഗിക്കണം അവിടെയാണ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കാനുള്ളത്. കുറച്ചുകൂടെ ഞാൻ എടുക്കുന്നത് 2 ഡ്രോപ്പ് കൂടെ. ഇതൊരു 4 തുള്ളി മതി, മനസ്സിലായോ? ഒരു 4 തുള്ളി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഇട്ട് നല്ലവണ്ണം നമുക്ക് നന്നായിട്ട് തന്നെ മേക്കപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വാങ്ങിക്കുന്ന BB ക്രീം ഇപ്പം നിങ്ങളുടെ കളറല്ല, നിങ്ങൾക്ക് വാങ്ങിക്കാൻ അറിഞ്ഞൂടെ, കുറച്ചൊരു വെളുത്ത കളറാണെങ്കിൽ പോലും നിങ്ങൾ അത് കളയേണ്ട കാര്യമില്ല. അത് ഇട്ടതിന് ശേഷം ഒരു ഇച്ചിരി ഡാർക്കായിട്ടുള്ള കോമ്പാക്ട് പൗഡർ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഡാർക്കായിട്ടുള്ള കോമ്പാക്ട് പൗഡർ ഇടുമ്പോൾ അത് ബാലൻസ് ചെയ്യും. എങ്ങനെയാണോ നമുക്ക് കളർ ബാലൻസ് ചെയ്യാൻ പറ്റണം അതാണ് നമ്മൾ നോക്കാനുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ ഒരുപാട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചില്ല. കാരണം ഇവിടെ ഞാൻ കൺസീലർ ഇട്ടുകൊണ്ട് ഇവിടെ തേച്ച് പിടിപ്പിച്ചില്ല. അതേസമയം ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ BB ക്രീം മാത്രമല്ലേ ഞാൻ മോയ്സ്ചറൈസർ കഴിഞ്ഞ് ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ കണ്ണിൻ്റെ ചുറ്റാകെ. ഇനി നമുക്ക് കോമ്പാക്ട് പൗഡർ ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രഷ് വെച്ചാണ് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യണം. ലൂസ് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിൽ ലൂസ് പൗഡർ ഉണ്ട്, വെള്ള കളറാണത്, അതുകൊണ്ട് അതാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇത് വെച്ച് വെള്ള വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് കുറച്ചിപ്പോൾ നമ്മൾ ഡാർക്കായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബാലൻസ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ കോമ്പാക്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത്. അതെടുത്ത് പതുക്കെ എല്ലായിടവും ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും കഴുത്തിലും കൂടെ ഇടാൻ മറക്കരുത്. ഞാൻ പലപ്പോഴും മറന്നു പോകും കേട്ടോ, കഴുത്തിലിടാനായിട്ട് പലപ്പോഴും മറന്നു പോകും. പിന്നെ വേണ്ടാന്നങ്ങ് വെക്കും. കഴുത്തിലും ഇടാൻ മറക്കല്ലേ. ഞാൻ പക്ഷേ കോണ്ടൂറൊന്നും ചെയ്യൂല. കോണ്ടൂർ ചെയ്യുമ്പോൾ കോണ്ടൂർ എന്ന് വെച്ചാൽ ചിലർ ഇവിടെ നിന്ന് വരച്ച് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ മുഖോതുങ്ങിയിരിക്കും. ഞാൻ ഇവിടെ എങ്ങനെ ചെയ്യില്ല. എനിക്കതെന്തോ പണ്ടേ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ ചെയ്യാറില്ല. പിന്നെ ഒരു ഏജ് കഴിഞ്ഞവർക്ക് കോണ്ടൂറിന് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി കണ്ണിന് മേക്കപ്പ് കൊടുക്കണം. കണ്ണിന് ഞാൻ ചെയ്യാൻ പോണത്, ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോണത് എൻ്റെ മേലിലും താഴെയും ഞാനങ്ങ് എഴുതും. കാരണം പിന്നെ ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ട് മേലിലും താഴെയായിട്ട് ഞാനങ്ങ് എഴുതും. ഇതിപ്പം ഫേസസ് കാനഡയുടെ കാജലാണ്. അപ്പോൾ അത് നമ്മൾ കണ്ണിൻ്റെ അകത്തോട്ട് എഴുതി കൊടുക്കണം. ഇതൊരു ഐ ഷാഡോ പാലറ്റാണ്. ഇതിൻ്റെ ഈ ബ്രൗൺ കളറ് ഞാൻ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ഒന്ന് വരച്ചു കൊടുക്കും. കാണിച്ചു തരാം. അതിൻ്റെ ബ്രഷ് ഈ ബ്രഷായാലും മതി. ഇത് നമ്മൾ ഐബ്രോസ് എഴുതുന്ന ബ്രഷ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് അപ്പോൾ കണ്ണിനൊരു പ്രത്യേക ഭംഗി വരും. ഈ കണ്ണ് കണ്ടോ, ഒരു പ്രത്യേക ഭംഗി വരും. ഇനി അഥവാ വെളിയിൽ പോയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒക്കെ അങ്ങ് വീതി ഇതേപോലെ ഒരു പട്സ് എടുത്തിട്ട് പതുക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കൊടുക്കണം.
ഇനി നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഇല്ല എങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ ബഡ്സ് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം. ബഡ്സ് എടുത്തിട്ട് പതുക്കെ ഇതിലോട്ടൊന്ന് റോൾ ചെയ്യണം. റോൾ ചെയ്തതിന് ശേഷം ഒന്ന് ഡാബ് ചെയ്തതിന് ശേഷം പതുക്കെ ഈ ബഡ്സ് വെച്ചും ഇങ്ങനെ ചെയ്യാം. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ബ്രഷ് ഇല്ലയെന്ന് വിചാരിച്ച്, സത്യം പറഞ്ഞാൽ ബ്രഷിനേക്കാളും എളുപ്പം ബഡ്സാണ്. അപ്പോൾ ബ്രഷ് ഇല്ലയെന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാം. എന്നിട്ട് ഒരു വശം ക്ലീൻ ആണല്ലോ, എക്സ്ട്രാസ് എന്തെങ്കിലും അടിയിലോട്ട് വരികയാണെങ്കിൽ പതുക്കെ ഇത് വെച്ചങ്ങ് എടുത്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ കണ്ണിനൊരു പ്രത്യേക ഭംഗി വരും. ലെൻസ് വയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ ലെൻസ് വയ്ക്കാം, പീലി വയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ പീലി വയ്ക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും കണ്ണിൻ്റെ അകത്തോട്ട് ഇച്ചിരി കറുപ്പ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും കാജലെടുത്തിട്ട് പതുക്കെ അതിൻ്റെ അകത്തോട്ട് ഒരുപാട് പിടിച്ച് താഴ്ക്കണ്ട, എന്നാലും അകത്തോട്ട് ഒന്നിങ്ങനെ എഴുതി കൊടുത്താൽ നല്ല ഉള്ളിൽ കറുപ്പും വരും, വെളിയിലൊരു ബ്രൗൺ ഷെയ്ഡും വരും. ഇനി നമുക്ക് പുരിക ഷേപ്പ് ചെയ്യാം. ഇതിൽ ഡാർക്ക് ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ, ഒരു വൈറ്റ് ഷെയ്ഡ്, പിന്നെ ഒരു വാക്സ് പോലൊരു സാധനം. ഈ വാക്സ് എന്ന് വെച്ചാൽ നല്ലവണ്ണം ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്സ് അവർ തരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വാക്സ് ഇട്ടിട്ട് വേണമെങ്കിലും ഐബ്രോസ് എഴുതാം. ഇല്ല, നമുക്ക് വാക്സിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കളർ മാത്രം എടുക്കാം. നമുക്ക് ഡാർക്ക് കറുപ്പ് തന്നെ വേണമെങ്കിൽ അങ്ങനെയുള്ളതുകൊണ്ട് ലൈറ്റ് കറുപ്പും കണ്ടോ, ഒരു ഗ്രേ കറുപ്പും ഒരു ഡാർക്ക് കറുപ്പും നല്ല കറുപ്പും ഉണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ വാക്സ് നമ്മൾ ഇടണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല ലൈനായിട്ടൊക്കെ നല്ല ഭംഗിക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ അതായത് ഇങ്ങനെ വരച്ച കണക്കൊക്കെ നല്ല ഭംഗിക്ക് ഇരിക്കാനാണ്. പക്ഷേ അതങ്ങനെ ചെയ്യാം. ഒട്ടും പുരികം ഇല്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്കിപ്പോൾ ഇച്ചിരിയൊക്കെ പുരികം ഉള്ളതുകൊണ്ട് ഞാൻ ഈ സാധാരണ പോലെ തന്നെയാണ് ഞാൻ എപ്പോഴും എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ പാലറ്റിൽ ഈ ലൈറ്റ് ഷെയ്ഡ് ഞാൻ പണ്ടേ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അതെടുത്തിട്ട് 3-4 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഒന്നീ പൊക്കിയിട്ട് താഴെ ഒരു ലൈൻ കൊടുക്കുക, എന്നിട്ട് ഇത് വെച്ച് പതുക്കെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങരുത്, നടുക്കുന്ന തുടങ്ങിയൊരു ലൈൻ കൊടുക്കുക. അത് കഴിഞ്ഞ് താഴെ വീണ്ടും ഇങ്ങോട്ട് പുരികമാക്കുക, എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യുക. ഇതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു വഴി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരാം. ഇപ്പം ഞാൻ താഴോട്ടാക്കിയല്ലോ, എന്നിട്ട് ഞാൻ ഈ നടുക്കൂന്നാണ് പതുക്കെ ഒരുപാടങ്ങ് നമ്മൾ ഇറുക്കി വരയ്ക്കരുത്. കുട്ടികൾ പെൻസിലൊക്കെ പിടിക്കും പോലെ ചെയ്യരുത്. വളരെ ലൈറ്റായിട്ട് വേണം കൊടുക്കാൻ. ഇനി നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാക്കിയിട്ട് എവിടെയാണോ നമുക്ക് ഇല്ലാത്ത അവിടെ നിന്ന് വേണം ഒരു ലൈൻ കൊടുക്കാൻ. എന്നിട്ട് ഈ നടുഭാഗമെല്ലാം അങ്ങ് ഫില്ല് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഇവിടോട്ട് ബ്രഷ് പിടിക്കുന്നതിലാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ബ്രഷ് എങ്ങനെയാണോ നമ്മുടെ കയ്യിൽ വരുന്ന അതുമാതിരിയേ നമ്മുടെ പുരികം ഇരിക്കുകയുള്ളൂ. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പം ഇതില്ലെങ്കിൽ ഇതേപോലെ ഒരു ചീപ്പ് എടുത്തിട്ട് പതുക്കെ ഇവിടെ നിന്ന് താഴോട്ടങ്ങാക്കുക. ഇപ്പം കണ്ടോ, ഒരുപാട് വരച്ച പോലെ ഇരിക്കത്തില്ല. ഇത് ഇതിലെങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഒരുപാട് വരച്ച പോലെ ഇരിക്കില്ല. അപ്പം ഈ പൊരികം കണ്ടോ ഒട്ടുമില്ല. ഇനി ഇതും കൂടെ അങ്ങ് നമുക്ക് ചെയ്യാം. നമ്മുടെ പുരികം ഭംഗി വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നമ്മുടെ കണ്ണിൻ്റെ കരിമഴി എവിടെയാണോ ഇരിക്കണം അതിൻ്റെ മേളിൽ ഇവിടെ ഇച്ചിരി പൊക്കി എഴുതണം. ഓക്കെ, അഥവാ കട്ട് ഇനി പലയിടത്തും വന്നു എന്ന് വെച്ചോ, ഇതുപോലൊരു ബഡ്സ് എടുത്തിട്ട് അതങ്ങ് ക്ലിയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ രണ്ടും എഴുതിയപ്പോൾ ഇച്ചിരി കട്ടി അവിടോട്ട് വന്നെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ബഡ്സ് എടുത്ത് ക്ലീൻ ബഡ്സ് എടുത്താണ് ചെയ്യുന്നത്. കണ്ടോ, അധികം പുരികം ഒരുപാട് എഴുതിയെന്നൊന്നും തോന്നത്തില്ല. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇപ്പം ഈ കണ്ണെഴുതുന്നതിന് മുമ്പേ തന്നെ ഇപ്പം നിങ്ങൾക്ക് കണ്ണിൻ്റെ മുകളിൽ ഇച്ചിരി കളർ കൊടുക്കണമെന്ന് പോയി നിങ്ങൾ ബ്രഷിനോ ഒന്നിനും നടക്കണ്ട. ഐ ഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഐ ഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഓറഞ്ച് മാതിരിയുള്ള കളർ എടുക്കണമായിരിക്കും എപ്പോഴും നല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൽ എപ്പോഴും കറുപ്പ് കാണും. അപ്പോൾ അത് ആ കറുപ്പ് പിന്നെ പ്രൊജക്റ്റ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ സ്മോക്കി ഐസ് ചെയ്യണം. നല്ല കറുപ്പ് മിക്ക പ്രായമുള്ള ആക്ട്രസും സ്മോക്കി ഐസാണ് ചെയ്യുന്നത്. കാരണം അപ്പോൾ അവരുടെ അതെല്ലാം കൂടെ അതിലങ്ങ് മറഞ്ഞു പോകും. ഇല്ല, നമുക്ക് സ്മോക്കി ഐസ് ഒന്നും വേണ്ട എങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ഓറഞ്ച് ഷെയ്ഡ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കോറൽ കളറിലുള്ള ലിപ്സ്റ്റിക് ആയാലും മതി, ശകലം ഒന്ന് എടുക്കുക, അത് ഈ കയ്യിലെടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഈ കളറാണ് എടുക്കുന്നത്, ഇത് കോറലിൻ്റെ ഒരു കളറാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
പതുക്കെ നമ്മൾ കണ്ണൊന്ന് താഴ്ത്തി പിടിക്കുക. മിറർ താഴ്ത്തി പിടിച്ചതിന് ശേഷം ഒന്ന് പുരികവും ഇതും പൊക്കുക. പൊക്കിയതിന് ശേഷം പതുക്കെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഒട്ടും ഫോഴ്സ് കൊടുക്കരുത്. ഒട്ടും ഫോഴ്സ് കൊടുക്കാതെ നമ്മൾ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ണൊന്ന് തുറന്നിരിക്കും നമുക്ക്. ഇത് വേണ്ടാത്തവർ ഇതങ്ങ് കളയുക. ഈ ഭാഗമേ ചെയ്യണ്ട. കാരണം ഈ കളർ ഇടാൻ പറയുമ്പോൾ ആ കറുപ്പ് കുറച്ചുകൂടെ അങ്ങ് മറയും. അതുകൊണ്ടാണ് ഞാൻ ആ കളർ ഇടാൻ പറയുന്നത്. അല്ല നമുക്ക് ഡ്രസ്സിനുള്ള കളർ വേണമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഡാർക്ക് കളർ വേണമെങ്കിൽ കൊടുക്കാം, പിങ്ക് ഷെയ്ഡ് കൊടുക്കാം. ഗ്ലിറ്റർ സാധാ യൂസ് ചെയ്യരുത്. നമ്മുടെ പ്രായമുള്ളവർ ഗ്ലിറ്റർ യൂസ് ചെയ്താൽ ചളമാവും, കുളമാവും. അപ്പോൾ അതുകൊണ്ട് ഗ്ലിറ്റർ യൂസ് ചെയ്യേണ്ട ചെയ്യാം. പിന്നെ ഇനി ഐലൈനർ യൂസ് ചെയ്യാനുള്ളവർക്ക് ഐലൈനർ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഐലൈനർ ഇല്ല, അപ്പം ഞാൻ അത് കാണിച്ചു തരാൻ പറ്റുന്നില്ല. മേളിൽ കുറച്ചുകൂടെ ഭംഗിയൊക്കെ ആക്കണമെന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കാജൽ എടുത്തതിന് ശേഷം പതുക്കെ മേളിൽ ഐലൈനർ എഴുതും പോലെ എഴുതുക. അതിനിപ്പോൾ ഭംഗി വരണമെന്നൊന്നുമില്ല, എങ്ങനെ വേണോ എഴുതാം. എഴുതിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബഡ്സ് എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് ആക്കുക. ഒന്ന് തുടയ്ക്കും പോലെ ആക്കുക. അപ്പോൾ ഒരു ചെറിയ ഷെയ്ഡ് അവിടെയും വരും. അപ്പോൾ കണ്ണ് കുറച്ചുകൂടെ വിടർന്നിരിക്കും. മനസ്സിലായോ? അതേപോലെ അതായത് ഇവിടെ നിന്ന് തുടങ്ങരുത്. ഈ നടുക്കുന്ന പതുക്കെ അങ്ങ് തുടങ്ങി ഇങ്ങോട്ടാക്കുക. അതായത് വളരെ പതുക്കെ, ഇത് വെച്ച് കട്ടിക്ക് അങ്ങ് വരയ്ക്കേണ്ട കാര്യമില്ല. കട്ടിക്ക് വരയ്ക്കാതെ പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോവുക. ഉണ്ടോ? ബഡ്സ് എടുത്തിട്ട് പതുക്കെ തുടയ്ക്കും പോലെ, നമ്മൾ ഈ കരിയൊക്കെ തുടയ്ക്കില്ലേ, അപ്പോൾ ഒരു ഐ ഷാഡോ എഫക്റ്റ് വരും. ഒരു കണ്ണിന് ഇച്ചിരി വീതി കൂടിപ്പോയാൽ അടുത്ത കണ്ണ് നിങ്ങൾ അങ്ങനെ ആക്കാൻ ശ്രമിക്കുക. അത് അല്ലാതെ അത് മായ്ക്കാൻ ശ്രമിക്കരുത്. മായ്ക്കാൻ ശ്രമിക്കുമ്പോൾ കുളമാവും. അതേസമയം ഒരു കണ്ണിന് ഇച്ചിരി ഫോൾട്ട് വന്നാൽ അടുത്ത കണ്ണും കൂടെ ആ ഫോൾട്ട് ആക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇനി ഇത് കണ്ണിൻ്റെ കഴിഞ്ഞു. ഇനി വേറെ ഒന്നുമില്ല. ഇനി ചുണ്ടിൽ ഇച്ചിരി മോയ്സ്ചറൈസർ ഇടണം. ഇത് ഞാൻ വെളിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. സുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. സുഡിയോ എന്ന് പറഞ്ഞ ഇടയില്ലേ, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. വലിയ അഫോർഡബിൾ ആണ്. 60-70 രൂപയായിരുന്നു. ഇത് ഈ ലിപ്സ്റ്റിക്കും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഓറഞ്ചിൻ്റെ ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചത്. മറ്റേ റെഡും പിങ്കും ഒന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഓറഞ്ച് ഷെയ്ഡാണ് വാങ്ങിച്ചത്. അതിന് മുമ്പേ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ലിപ്പ് ലൈനർ ഉണ്ടെങ്കിൽ ഒന്ന് ലിപ്പ് ഷേപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുക. അപ്പോഴത്തേക്ക് അത് പ്രത്യേക ഭംഗിയായിരിക്കും. ഷേപ്പ് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാമേ. ആദ്യം നടുക്കൊരു വര കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് പതുക്കെ ഉണ്ടോ, നടുക്കൊരു വര ഞാൻ ആദ്യം കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇവിടെ നിന്ന് പൊക്കി ഇങ്ങനെ പതുക്കെ വരയ്ക്കുക. താഴെ അതേപോലെ താഴെ ലിപ്സ്റ്റിക് ഇല്ല, ലിപ്പ് ലൈനർ മാത്രമേ ഉള്ളെങ്കിൽ അത് വെച്ച് ഫുള്ള് കവർ ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിലും കവർ ചെയ്യാം. അത് എപ്പോഴും ലിപ്പ് ലൈനർ ഡാർക്ക് ഷെയ്ഡേ എടുക്കാവൂ. ലൈറ്റ് ഷെയ്ഡ് ലിപ്പ് ലൈനേഴ്സിൻ്റെ പ്രയോജനമില്ല. അത് നമ്മൾ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നതിനാണ് അതിനൊരു നല്ല ഒരു ഷേപ്പ് കൊടുക്കാനാണ്. അപ്പോൾ എപ്പോഴും ഡാർക്ക് കളേഴ്സ് ലിപ്പ് ലൈനേഴ്സേ നിങ്ങൾ വാങ്ങാവില്ല. ഡാർക്ക് കളറാണ് എപ്പോഴും നല്ലത്. ഇനി ഇതിൻ്റെ മേലെ ഇതിപ്പോൾ ലൈറ്റാണ്. ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ലൈറ്റ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും കളർ വേണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കയ്യിലെടുത്ത് ഇട്ടാൽ മതി. ഞാൻ പണ്ട് കയ്യിലെടുത്ത് എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വേറെ വീഡിയോയിലൊക്കെ. കണ്ടോ? അപ്പോൾ ഇപ്പോൾ ഒരു വിധമായി. ഇനി നല്ലൊരു പൊട്ട് വയ്ക്കുക. പൊട്ടും എപ്പോഴും നമുക്ക് മുഖത്തിന് ബ്രൈറ്റ്നസ് കൊടുക്കണം. പൊട്ടാണ് നല്ലത്. അതിന് മുന്നേ മസ്കാരയും കൂടെ ഇടാം. അപ്പോൾ കണ്ണ് കുറച്ച് തുറന്നിരിക്കും മസ്കാര ഇടുമ്പോൾ. മസ്കാര ഇടുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കേളർ വെച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ പീലി ഒന്ന് വിടർത്തി വയ്ക്കും. അപ്പോൾ അതൊരു ഭംഗിയാണ് ഈ കണ്ണിന്. അതായത് അത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടാൽ മതി. ഇങ്ങനെ വെച്ചിട്ട് പീലി എന്നിട്ട് പതുക്കെ ഒരു 10 ടൈംസ്
അതൊക്കെ ഒന്ന് ലൂസ് ചെയ്യുക, പ്രസ് ചെയ്യുക, ലൂസ് ചെയ്യുക, പ്രസ് ചെയ്യുക, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് എടുത്ത് നോക്കുമ്പോൾ കണ്ണ് നല്ല കണ്ടോ വിടർന്നിരിക്കും. ഇനി അതിൻ്റെ മേളിൽ കൂടെ നിങ്ങൾ മസ്കാര എഴുതുക. മസ്കാര ഇടുമ്പോൾ ഇപ്പോൾ കറുത്ത മസ്കാര ഇടണമെന്നുള്ളവർക്ക് കറുത്ത മസ്കാരയാണ്. ഇത് കളറില്ലാത്ത മസ്കാരയാണ്. കളറില്ലാത്ത മസ്കാര അതിപ്പോൾ കളറായി, ഇങ്ങനെ ഇട്ടിട്ട് കളറായതാണ്, പക്ഷെ കളറില്ല, ഇതിന് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ അതും കൂടെ ഇടുക. വയസ്സായപ്പോൾ കണ്ണിൻ്റെ പീലിയെല്ലാം പോയി. ഓക്കെ, ഉള്ള പീലി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി പൊട്ടുകൂടെ വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. പൊട്ടുകൂടെ വെച്ചാൽ മതി. ഇനി നിങ്ങൾ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് പോയി. മേക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പം നിങ്ങളുടെ പേഴ്സിൽ ഇതേപോലെ ഒരു മിറർ എപ്പോഴും നിങ്ങൾ വാങ്ങിച്ച് വെച്ചേക്കണേ. ചെറിയ മിററാണ്. അപ്പോൾ ഒരു സൈഡ് ഇതിൽ നല്ല വലുതായിട്ട് കാണാം, ഒരു സൈഡ് സാധാരണ പോലെയാണ്. മാഗ്നിഫൈങ് മിററാണ് ഒരു വശത്തുള്ള, ഒരു വശത്ത് അല്ലാതെ. അപ്പോൾ ഇത് എപ്പോഴും പേഴ്സിലിട്ടേക്കണം. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ബാത്റൂമിലോ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ മിറർ കാണും, അതിലൊന്ന് നോക്കുമ്പോൾ ഒരുപാട് ഇതാണെങ്കിൽ നിങ്ങളൊരു ടിഷ്യൂ എടുത്തിട്ട് ടിഷ്യൂ തുറക്കുക. കട്ടിക്കല്ല, അത് ഒറ്റ പ്ലേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട്, എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ട് ടിഷ്യൂ, വരെ താഴെ പോയി. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒപ്പിയെടുക്കുക. ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുമ്പോൾ ഈ എക്സസ് ആയിട്ട് വരണം ഈ ഗ്ലേസിങ് ഉണ്ടല്ലോ, അത് അതിലങ്ങ് പോകുമ്പോൾ വീണ്ടും നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ആ കാര്യം നിങ്ങൾ ഓർത്തോണം. നമ്മുടെയൊക്കെ പ്രായക്കാർ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം കുറച്ച് കൂടുതൽ ഓയിലി ഒക്കെ തോന്നുകയാണ്, ചിലപ്പം വിയർക്കും. അപ്പം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാതെ ഇങ്ങനെ ഒപ്പിയെടുക്കുമ്പോൾ വീണ്ടും അത് നല്ല ഫ്രഷായിട്ട് ഫീൽ ചെയ്യും. സിന്ദൂരവും കൂടെ ഇട്ടതിന് ശേഷം കുറിയുണ്ടെങ്കിൽ കുറിയിടാം, ഓണത്തിന് വേണ്ടിയിട്ടല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിട്ട ഡൈ ആണ്, ഞാൻ അന്ന് അടിച്ചതാണ്. ഇതുവരെ ഞാനത് മാറ്റിയില്ലായിരുന്നു, വീണ്ടും അടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഇവിടെ എല്ലാം ഇപ്പം നരയ്ക്കാൻ തുടങ്ങി, ഇവിടെ എല്ലാം വെളുത്തു തുടങ്ങി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ നമ്മുടെ ഈ കറുത്ത ഐ ഷാഡോ ഇല്ലേ, ഈ കറുത്ത ഐ ഷാഡോ തന്നെ നമ്മൾ ഒരു ബ്രഷിലെടുത്തിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ ഒരു ബ്രഷ് എടുക്കുക. എന്നിട്ട് നല്ല കറുപ്പായിട്ടുള്ള സ്ഥലമില്ലേ, അവിടെ ഒന്ന് അതൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ തലയിൽ ഒന്ന് എവിടെയൊക്കെയാണോ വെളുത്തിരിക്കുന്നത് അവിടെയൊക്കെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ, വേണ്ടാത്തവർ ചെയ്യണ്ട, വേണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു നമ്മൾ ഒരുപാട് നരച്ചു എന്നുള്ളൊരു ഫീല് വരില്ല. പക്ഷേ ഡൈ അടിക്കാൻ പറ്റുന്നുള്ളൊരു ഡൈ അടിക്കുക. ഞാൻ ഒരുപാടൊന്നും ഡൈ അടിക്കാറില്ല. 2 ആഴ്ച ഒരിക്കലൊക്കെ മാത്രമേ, ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഞാൻ ഡൈ അടിക്കാറുള്ളൂ. ഒരുപാട് ഡൈ ഞാൻ അടിക്കാറില്ല പൊതുവേ. ബാക്കിയെല്ലാം ഇങ്ങനെയൊക്കെ ഉള്ള ടച്ചപ്പും ഉണ്ടൊക്കെ ഞാൻ ശരിയാക്കും. കൂടിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ ഇതേപോലെ ഒരു കോട്ടൺ എടുത്തിട്ട് പതുക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ എക്സ്ട്രാസ് എല്ലാം അതിലിങ്ങനെ വന്നോളും. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഒരുപാട് നരയുണ്ടെന്ന് തോന്നത്തില്ലല്ലോ. നരയുണ്ടെന്ന് തോന്നിയാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവിടെ ഇരുന്നോട്ടെ. ഇനി ഒരു പഫിനെസ് തോന്നാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ട് വശം മുടി ഒരുപാട് ഒരുപാട് തിന്നല്ലേ നമ്മുടെ ഫ്രണ്ട് വശം മുടിക്ക്. അപ്പോൾ പതുക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അങ്ങ് കൊടുത്താൽ മതി. എന്നിട്ട് മീതെ പതുക്കെ ഒന്ന് തടവും പോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു കട്ടി തോന്നും നമ്മുടെ ഈ ഭാഗം. എനിക്ക് ഫ്രണ്ടൊന്നും ഒട്ടും കട്ടിയില്ല. ഈ കോമ്പല്ല, വേറെ കൊച്ച് നല്ല കോമ്പ് എടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന ഒരു കോമ്പ് എടുത്തതേ ഉള്ളൂ. എങ്കിൽ പോലും അത് നേരെയായി. ഓക്കെ, നമുക്കിഷ്ടമുള്ള രീതിയിൽ മുടിയും കൂടെ കെട്ടാം. ചിലർക്ക് ഇഷ്ടം മുടി അഴിച്ചിടണമെന്നുള്ളതാണ്. മുടി അഴിച്ചിടണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ എടുത്തതിന് ശേഷം, ഇപ്പോൾ നമ്മൾ അവിടെ പഫ് ചെയ്ത് വെച്ചിരിക്കണതുകൊണ്ടാണ്, അത് പതുക്കെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇത്രയും ഭാഗത്തുള്ള മുടി എടുത്ത് അടിയിലോട്ട് കൊണ്ടുവരിക.
അടിയിലോട്ട് കൊണ്ടുവരുമ്പോൾ മേൽഭാഗം നമ്മുടെ മുഖത്തൂടെ മുടി വന്ന് വീഴത്തില്ല. എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ കെട്ടിയതിൻ്റെ ഒരു ഫീലായിരിക്കും. അത്രയും ഭാഗത്ത് മുടി താഴോട്ട് അടിയിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഒരു സ്ലൈഡ് എടുത്തിട്ട് അടിഭാഗത്ത് കുത്തി കൊടുക്കുക. അടിഭാഗത്ത് കുത്തി കൊടുക്കുക. അപ്പം ഇത് നമ്മുടെ മുഖത്തൂടെ ഇപ്പോൾ ഈ വശം കിടക്കും പോലെ അല്ലല്ലോ ഈ വശം കിടക്കുന്നത് കണ്ടോ, അതേപോലെ ചെയ്യുക. അതായത് ഇവിടെ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ഇത്രയും മുടി എടുക്കുക. ഇത്രയും മുടി എടുത്തതിന് ശേഷം ഇത് അടിയിലോട്ട് കൊണ്ടുവരിക. അടിയിലോട്ട് കൊണ്ടുവന്നിട്ട് അടിയിൽ വെച്ച് സ്ലൈഡ് കൊടുക്കുക. ഇതൊക്കെ പണ്ടുള്ള അമ്മമാരൊക്കെ ഇതൊക്കെ ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് മുടി കെട്ടി വെക്കണമെങ്കിലും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കെട്ടി വെക്കാം. എന്തെങ്കിലും ഒരു ക്ലിപ്പ് ഇട്ടിട്ട് പൂ ഇങ്ങനെ അടിയിൽ നിന്നെടുത്ത് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം. പിന്നെ അതുപോലെ തന്നെ അഴിച്ചിടുമ്പോഴത്തേക്ക് പൂ വെക്കണോ വേണ്ടേന്നൊക്കെ ഉള്ളത് അഴിച്ചിട്ടാലും വെക്കാം. അടിയിൽ നിന്ന് ഇങ്ങനെ പൂ എടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ വെക്കാം. അതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെയും ചെയ്യാം. പിന്നെ ഇനി നിങ്ങൾ ഇത് നമ്മൾ ഈ മേക്കപ്പൊക്കെ ചെയ്യുമ്പം ഈ മൂക്കുത്തിയിലൊക്കെ അതിൻ്റെ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കാര്യങ്ങളോ എല്ലാം വയ്ക്കുകയാണെങ്കിൽ നമ്മളൊരു ബഡ്സ് എടുത്തിട്ട് ആ ബഡ്സ് ഇട്ട് പതുക്കെ ഇതൊന്ന് തുടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ടവൽ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ തുടയ്ക്കാം. അല്ലെങ്കിൽ ഒരു കോട്ടൺ എടുത്തിട്ട് തുടയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അവിടെ നല്ല ഭംഗിയാവും. പിന്നെ നിങ്ങളുടെ കമ്മൽ നിങ്ങൾ ഇഷ്ടമുള്ള കമ്മലിടുക, മാലയിടുക, സാരി ഉടുക്കുക. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഈ സ്ലൈഡ് വെക്കുന്നതിന് പകരം ഈ രണ്ട് സൈഡിലെ മുടി എടുത്തിട്ട് താഴോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും അതായത് റബ്ബർ ബാൻഡ് ഇടുകയോ അല്ലെങ്കിൽ ഒന്ന് പിന്നി ഇടുകയോ ചെയ്താൽ അത് അടിയിലോട്ട് ഒതുങ്ങി കിടന്നോളും, അറിയത്തില്ല. ഇപ്പം ചില നടികളും ഒക്കെ ഇങ്ങനെ ഇച്ചിരി പ്രായമുള്ളവരായാൽ പോലും മുടി അഴിച്ചിട്ടുകൊണ്ട് വരുന്ന കണ്ടിട്ടില്ലേ, അത് അവർ അടിയിലോട്ട് വെച്ചിട്ട് എന്തെങ്കിലും വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൂടെ കിടക്കുന്നു എന്നുള്ളൊരു ഫീൽ വരില്ല. നമ്മൾ മുടി കെട്ടിയിരിക്കണം എന്നുള്ളൊരു ഫീലും വരും. എന്നാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഞാൻ സാരി ഉടുക്കുന്നതും കൂടെ കാണിച്ചു തരാമേ. ഈ സാരിയാണ് ഞാൻ ഉടുത്ത് കാണിക്കാൻ പോണത്. ഓണത്തിൻ്റെ സാരിയല്ല, പക്ഷേ ഓണത്തിനത് മാച്ച് ചെയ്യും ഈ സാരി. ഇത് നല്ലൊരു സാരിയാണ്. ഇത് വന്നിട്ട് ബനാറസി സിൽക്കാണ്. ബനാറസി സിൽക്കിൻ്റെ ഈ സാരി ഇച്ചിരി വിലയുള്ളതാണ്. പക്ഷേ ഇത് നമുക്ക് വേറെ ഏത് കളർ വേണമെങ്കിലും കുറച്ച് നാൾ ഉടുത്തിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റും ഈ സാരി. അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഇതിനുണ്ട്. നല്ല സാരിയാണത്. അപ്പോൾ ഇവിടെ ഈ സാരിയിൽ ഞാനിവിടെ ഒരു കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വീതി നീളമുള്ള സാരി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഇതിനനുസരിച്ച് കണ്ടോ ഇത്രയും അകത്ത് പോകണം. അപ്പം നമ്മൾ ഇവിടെ ഈ ഭാഗം ഇവിടെ കുത്തിയതിന് ശേഷം ഇവിടെ 2-3 മടക്കായിട്ട് ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കുക. ഓക്കെ, എല്ലാവർക്കും സാരി ഉടുക്കാനൊക്കെ അറിയാം. പക്ഷേ ഉടുത്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ഇതാണ്. പിന്നെ ഒരുപാട് ഇറുക്കി വലിച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരരുത്. അത് സാരി ഒരു കോണ് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ എത്രയാണോ വേണ്ടിയ താഴത്തെ ഇറക്കം അനുസരിച്ച് അവിടെ കുത്തിയതിന് ശേഷം ബാക്കിൽ നമ്മൾ ശരിയാക്കുക. എൻ്റെ അടുത്ത് ആരോ പറഞ്ഞായിരുന്നു ഒന്ന് സാരി ഉടുക്കുന്നതിൻ്റെ വീഡിയോ ഒന്ന് ഇടുമെന്ന്. അപ്പം ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പം ഇപ്പം കണക്കിന് താഴെ ഇറക്കമായി മേളുമായി. ഓക്കെ, ഇത് ഹൈനെക്ക് ബ്ലൗസാണ്. ഇത് ഞാനൊരു കല്യാണത്തിന് വേണ്ടി എടുത്തതാണ് സാരി. സിംഗിൾ പ്ലേറ്റിൽ ഇടുന്നുള്ളവർക്ക് സിംഗിൾ പ്ലേറ്റ് ഇടാം. സിംഗിൾ പ്ലേറ്റ് അല്ല, പ്ലീറ്റ്സ് എടുത്തിട്ട് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ സിംഗിൾ പ്ലേറ്റ് അല്ല എടുക്കുന്നത്. ഞാനിങ്ങനെ ഒരു 2 പ്ലീറ്റ്സ് വെച്ച് എനിക്ക് അതാണ് ഇഷ്ടം. എപ്പോഴും ഞാൻ മിക്കവാറും അങ്ങനെ ഇടുന്നുള്ളൂ. അതായത് ഒരു പ്ലേറ്റ് വന്നതിന് ശേഷം പിന്നെ ഒരു പ്ലേറ്റ് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ 2 ഇത്രയും നമ്മുടെ മുട്ടിൻ്റെ കുറച്ചുകൂടെ താഴോട്ട് നിൽക്കണം നമ്മുടെ മുന്താണിയുടെ നീളം. മുട്ടിൻ്റെ കുറച്ചുകൂടെ താഴോട്ട്. അല്ലെങ്കിൽ നമുക്ക് പൊക്കം ഒരുപാട് കുറഞ്ഞ പോലെ തോന്നും. അപ്പം ഞാൻ ഇവിടെ വെച്ച് പിന്നെ കുത്തിയതിന് ശേഷം കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് വലിക്കുക. വലിച്ചതിന് ശേഷം ഇത് ബാക്കിലോട്ട് കൊണ്ടുവരിക. ബാക്കിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ പിന്നെ കുത്തുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷേ വയറും വണ്ണമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പിന്നെ കുത്തിയാലും അവിടെ ഷേപ്പായിട്ടൊന്നും ഇരിക്കില്ല. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് കുത്തിയതിന് ശേഷം ഓക്കെ പ്ലീറ്റ്സ് എടുത്തിട്ട് പിന്നെ ഞാൻ ചെയ്യും. പ്ലീറ്റ്സ് എടുക്കുമ്പോൾ എപ്പോഴും പ്ലീറ്റ്സ് ഇവിടെ നിന്നും എടുക്കാം എങ്ങനെ വേണം എടുക്കാം. പക്ഷെ നമ്മൾ ആദ്യത്തെ പ്ലീറ്റ്സ് എപ്പോഴും നമ്മൾ നോക്കിക്കൊള്ളണം.
ഇവിടെ ഇങ്ങനെ വീഴണം, നന്നായിട്ട് വീഴണം ആദ്യത്തെ പ്ലീറ്റ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പ്ലീറ്റ്സ് എടുത്താലും ആദ്യത്തെ പ്ലീറ്റ് നമ്മൾ കുറച്ച് വീതിക്ക് അകത്തോട്ട് കയറ്റി വയ്ക്കുക. ഇത് തേച്ചിട്ടില്ല ഈ സാരി, അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ പിന്നെ കുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ആദ്യത്തെ പ്ലീറ്റ് കണ്ടോ നന്നായിട്ട് വീണ് കഴിഞ്ഞാൽ, ഈ നടുക്കുന്ന താഴെ അറ്റം വരെ വീണ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ആദ്യത്തെ പ്ലീറ്റാണ് നമ്മൾ കെയർഫുള്ളായിട്ട് എടുക്കാനുള്ളത്, ഇല്ലെങ്കിൽ ഒരുമാതിരി ചരിഞ്ഞ മാതിരി അവിടെ വരും. എന്നിട്ട് ഇവിടെ ലൂസാക്കുക. ലൂസാക്കിയതിന് ശേഷം താഴത്തെ ഡിസ്റ്റൻസ് നോക്കിയിട്ട് കറക്റ്റിന് നമ്മുടെ പൊക്കിളിൻ്റെ കുറച്ചുകൂടെ ഇപ്പുറത്ത് വെച്ച്, കാരണം വയറുള്ളവർക്ക് ഞാൻ പിന്നൊന്നും കുത്തിയില്ല, വയറുള്ളവർക്ക് കുറച്ച് ഇങ്ങോട്ട് ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ വയറധികം തോന്നിക്കത്തില്ല. പക്ഷെ ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ഇവിടെ ഷേപ്പ് നമുക്ക് കാണത്തില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ഇവിടെ ഇളകി കിടക്കുന്ന ഭാഗമില്ല. ഇപ്പം എനിക്കിവിടെ കണ്ടു, ഇവിടെ ഞാൻ ഒരുപാട് എക്സ്ട്രാ എടുക്കാതെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിങ്ങനെ അകത്തുനിന്ന് ഇതില്ലേ ഈ ഭാഗം അകത്തുനിന്ന് വലിക്കുമ്പോൾ അവിടെ ടൈറ്റായിട്ട് വരും. ഇവിടെ ഈ ഭാഗം കണ്ടോ ഇങ്ങനെ ടൈറ്റായിട്ട് വലിച്ച് പിടിക്കുക. എന്നിട്ട് ഇവിടെ പതുക്കെ കുത്തി കൊടുത്തതിന് ശേഷം ഇവിടത്തത് അകത്തോട്ട് വെക്കുക. അപ്പോൾ കുറച്ച് ഞാനിവിടെ ഈ സൈഡിൽ കുത്തിയോളൂ, ബാക്കിയെല്ലാം ഞാൻ ഈ ഭാഗത്ത് നിന്നാണ്. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിലും ഇടാം. ഇല്ല സിംഗിൾ ലെയറായിട്ട് ഇടാനും ഈ സാരിക്ക് നല്ല ഭംഗിയാണ്. ഈ സാരി സിംഗിൾ ലെയറായിട്ട് ഇടാൻ കൊള്ളാം, ഇങ്ങനെ ഇടാൻ കൊള്ളാം, അടുക്കി കുത്തിയാലും കൊള്ളാം. അടുക്കി കുത്തുമ്പോൾ ഇങ്ങനെ ഇരിക്കും. പക്ഷെ എനിക്ക് അടുക്കി കുത്തുന്നേക്കാളും എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ഇടാനാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടം. ഇനി ഇത് കുറച്ചുകൂടെ താഴ്ത്തി വെക്കണമെങ്കിൽ, ഈ പാറ്റേൺ ബ്ലൗസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ താഴ്ത്തി വേണമെങ്കിലും നമുക്ക് വെക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു പിന്ന് കുത്തുക. അപ്പോൾ ഇതിങ്ങോട്ട് നീങ്ങത്തില്ല ആദ്യം. ഓക്കെ, ഇവിടെ ഒരു പിന്ന് കുത്തുക, പിന്നെ ഇവിടെയും ഒരു പിന്ന് കുത്തുക. അതായത് ഈ ലെയർ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇവിടെ ഒരു പിന്ന് കുത്തുക, ഈ ബ്ലൗസിനോട് ചേർന്ന്. എന്നിട്ട് പിന്നെ ഇവിടെയും ഒരു പിന്ന് കുത്തുക. അപ്പോൾ ഇത് അധികം ഇളകി പോകത്തില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മുടെ ഫംഗ്ഷൻ കഴിയുന്നത് വരെയും അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇല്ല നിങ്ങൾക്ക് പ്ലീറ്റ്സ് എടുത്ത് കുത്തണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കുത്താം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും കുത്താം. ഞാൻ സാധാരണ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെ എടുക്കാനാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഞാൻ മിക്ക സാരീസിനും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഉടുക്കുന്ന സാരി ഉടുക്കുന്നത്. അപ്പോൾ ഈ സാരിയിൽ ഒരുപാട് എക്സ്ട്രാസ് നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ ഒരുപാട് എക്സ്ട്രാസ് തുണി ഇങ്ങോട്ട് വെച്ച് അകത്തോട്ട് കയറ്റിയില്ല, ഒന്നും ചെയ്തില്ല. ഇനി പിന്നെ ഇവിടെ നിന്ന് കുത്തണം. ഇവിടെ നിന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം പിന്നെ ഇവിടെ വെച്ച് അകത്തൂന്ന് എടുത്ത് കുത്തണം, അല്ലെങ്കിൽ ഒരു പ്ലീറ്റ് മാറ്റിയതിന് ശേഷം ഇവിടോട്ട് കുത്തണം. അപ്പം അതാരും കാണത്തില്ല. പിന്നെ അല്ലെങ്കിൽ നല്ല ബ്രോച്ചൊക്കെ കിട്ടുമല്ലോ, പിന്നെ പോലത്തെ ബ്രോച്ച്, അതൊക്കെയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെയുള്ളത് വാങ്ങിച്ച് വെച്ചിട്ട് അത് കുത്തണം. ഇതിൻ്റെ കൂടെ നല്ല കമ്മലും മാലയൊക്കെ ഇട്ടാൽ മതി. അപ്പം നിങ്ങൾ സുന്ദരികളായിട്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നുകൂടെ ഞാൻ പറയണേ. പിന്നെ അതുപോലെ നല്ല നിങ്ങളൊരു നെക്ലസും അല്ലെങ്കിൽ നല്ല ഇവിടെ വരെ കിടക്കുന്ന ഒരു മാലയോ, ലോങ് ചെയിൻ അധികം വേണ്ട, ഇതുവരെ കിടക്കുന്ന മാലയും നല്ല വലിയ കമ്മലും ഇട്ട് നല്ല സുന്ദരികളായിട്ട് ഇരിക്കുക. ഓണത്തിന് സന്തോഷമായിട്ടിരിക്കുക. അഡ്വാൻസ് ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷവതികളായിട്ടിരിക്കുക. മക്കളുടെയും കൊച്ചുമക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ ഓണം അടിച്ച് പൊളിക്കുക. നമ്മളൊക്കെ ഇപ്പോഴും എൻജോയ് ചെയ്തില്ലെങ്കിൽ ഇനി എന്ന് എൻജോയ് ചെയ്യാനാണ്. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വിചാരിക്കുക, എൻജോയ് ചെയ്യുക. ഇനിയുള്ള കാലം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങൾക്ക് വലുത്. ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളെ മനസ്സ് സങ്കടപ്പെട്ടിട്ടോ വേദനിച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്യരുത്. അത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും. നിങ്ങളുടെ സന്തോഷത്തിൽ അവരും പങ്കാളികളാകുക, അതാണ് വേണ്ടിയത്. നമ്മളെങ്ങനെയാണോ നമ്മൾ സന്തോഷിക്കുന്നത്, എങ്ങനെയാണോ മറ്റുള്ളവർ അത് കണ്ട് സന്തോഷിക്കുക. ഓക്കെ, അപ്പോൾ ബൈ, ലവ് യു ഓൾ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.